ഒബയോസിൽ മുൻപ് ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാം. നടൻ കൃഷ്ണകുമാറിന്റെ കടയിൽ നിന്ന് പണം തട്ടിയെന്ന് സമ്മതിച്ച ജീവനക്കാരികൾ കടയിലെ തെളിവെടുപ്പ് സമയത്താണ് കുറ്റസമ്മതം. 40 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റഡി എടുത്തപ്പോൾ ഇവർ ഉന്നയിച്ച ഒരു മറുവാദം എന്ന് പറയുന്നത് ദിയ കൃഷ്ണ പറഞ്ഞിട്ടാണ് QR കോഡ് മാറ്റി കടയുടമയായിട്ടുള്ള ദിയ കൃഷ്ണയുടെ QR കോഡ് മാറ്റി സ്വന്തം QR കോഡ് വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കാരണം ഇത് നികുതി വെട്ടിപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും പിന്നീട് ആ പണം വിഡ്രോ ചെയ്ത് ATM വഴി വിഡ്രോ ചെയ്ത് ക്യാഷായി കൊണ്ട് കൊടുക്കുകയായിരുന്നു പതിവെന്നാണ് ഒരു മറുവാദം എടുത്തത്. പക്ഷേ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അതൊരു രക്ഷപ്പെടൽ തന്ത്രം മാത്രമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയുണ്ടായി. മാത്രമല്ല ദിയ കൃഷ്ണയുടെ കടയിൽ കൊണ്ടുവന്ന് ഈ കസ്റ്റഡിയിൽ വാങ്ങിയ 2 പ്രതികളെയും തെളിവെടുപ്പ് നടത്തിയപ്പോൾ എങ്ങനെയാണ് ഈ പണം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് വ്യക്തമായി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കാണിച്ചു കൊടുത്തു. ഇവർ ഒരു നിർണായ നീക്കം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ പണം തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇവർ സ്വർണം വാങ്ങിയിട്ടുണ്ട്, സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്. ആ സ്കൂട്ടർ ഇപ്പോൾ രാധയുടെ സ്കൂട്ടർ ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ 3 പ്രതികളും ദിവസവും വാങ്ങുന്ന പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അവർ പങ്കിട്ടെടുത്ത് വാങ്ങിയിട്ടുള്ള ഇത്തരം സ്വർണം അതുപോലെ തന്നെ സ്കൂട്ടർ എന്നിവ കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചു. ഇപ്പോൾ സ്കൂട്ടർ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ജയിലിനുള്ളിൽ പോയി സുഖജീവിതം നയിക്കാൻ പോകുന്നു. അല്ല